Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇന്ന് പകലിൽ ചില മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ കടന്നുപോയത് കൊണ്ട് ഈ കൂട്ടായ്മ എന്നതിൽ നിന്നും അല്പം വൈകിയാണ് ആരംഭിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. Thank you, Jesus. നന്ദി കർത്താവേ. പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ആദ്യം നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ മാസം ഇനി ചില ദിവസങ്ങളിലൂടെ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ മാസം ഇതുവരെ നമ്മെ നടത്തിയ കർത്താവിനെ, സംരക്ഷിച്ച കർത്താവിനെ, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളുടെ നടുവിലും കൈവിടാതെ ഹല്ലേലൂയ നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിനെ എത്ര പേർക്ക് നന്ദിയോടെ സ്തുതിക്കുവാൻ കഴിയും? എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയും? ഹല്ലേലൂയ. സിംഹക്കുഴിക്കൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതത്തെ കുറിച്ച് തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ പലരും അവിടെ അവസാനിച്ചു, പലരും അവിടെ തകർന്നു, പലരും അവിടെ ഭയന്ന് വിറച്ചു. എന്നാൽ ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് സിംഹത്തിന്റെ കുഴി അവന്റെ ശവകുടീരമായില്ല, അതവന്റെ സാക്ഷ്യമായി മാറി. ഇന്ന് ഈ ലൈവ് കേൾക്കുന്ന, ഈ ലൈവിൽ പങ്കാളിത്തം വഹിക്കുന്ന, വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്ന ചിലരെങ്കിലും പറയുന്നുണ്ടാകാം, എനിക്ക് ഗതി വന്നല്ലോ, ഇനി എന്തിനാണ് ജീവിക്കുന്നത്? സഹോദര, സഹോദരി, നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളെ കാക്കുന്ന ദൈവമുണ്ട്. ഇപ്പോൾ എല്ലാ ഭാരങ്ങളും കർത്താവിന്റെ പാദങ്ങളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ, സ്തുതിയോടെ, ആരാധനയോടെ ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാം. സിംഹക്കുഴിയിൽ കൂടെ നടന്ന ജീവനുള്ള യേശുവേ, ഇരുളിൻ നടുവിൽ വെളിച്ചമായ സ്നേഹമുള്ള നാഥനെ, കണ്ണീരിന്റെ ആവുകളിൽ മാറിടുവാൻ കാവലായി നിന്നവനെ, തകർന്ന ഹൃദയം ചേർത്തിടുവാൻ കരുണയിൽ വന്നവനെ, ഭയമില്ല എനിക്കിനി, യേശുവൻ കൂടെയുണ്ട്. കുഴികളിൽ വീണാലും ഞാൻ കൈവിടപ്പെടുകയില്ല. എൻ രക്ഷയും എൻ കോട്ടയും എൻ ജീവനാം ദൈവമേ. ആ കരമുയർത്തി ഹല്ലേലൂയ, യേശുവിനെ ആരാധിക്കാം, യേശുവിനെ സ്തുതിക്കാം. അവൻ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും ആമേൻ, സകല ആരാധനയ്ക്കും യോഗ്യൻ. ഹല്ലേലൂയ. നന്ദിയോടെ. Thank you, Jesus. Praise you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Thank you. സിംഹക്കുഴിയിൽ
കൂടെ നടന്ന ജീവനുള്ള യേശുവേ, ഇരുളിൻ നടുവിൽ വെളിച്ചമായ സ്നേഹമുള്ള നാഥനേ, കണ്ണീരിൻ രാവുകൾ മാറിടുവാൻ കാവലായി നിന്നവനേ, തകർന്ന ഹൃദയം ചേർത്തിടുവാൻ കരുണയാ വന്നവനേ. കരമടിച്ച് നന്ദിയോടെ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഭയമില്ല എനിക്കിന്നീ യേശു എൻ കൂടെയുണ്ടേ, കുഴികളിൽ വീണാലും ഞാൻ കൈവിടപ്പെടുകയില്ലേ, എൻ രക്ഷയും എൻ കോട്ടയും എൻ ജീവനാം ദൈവമേ, ഹല്ലേലൂയാ പാടിടുന്നു യേശുവിനെ ആരാഗീതൽ. സിംഹക്കുഴിയിൽ കൂടെ നടന്ന ജീവനുള്ള യേശുവേ, ഇരുളിൻ നടുവിൽ വെളിച്ചമായ സ്നേഹമുള്ള നാഥനേ, കണ്ണീരിൻ രാവുകൾ മാറിടുവാൻ കാവലായി നിന്നവനേ, തകർന്ന ഹൃദയം ചേർത്തിടുവാൻ കരുണയാ വന്നവനേ. ആമേൻ. ഹല്ലേലൂയ. തകർന്ന ഹൃദയത്തെ ആമേൻ ചേർത്ത് നിർത്തുന്ന, ഇരുളിൻ നടുവിൽ വെളിച്ചമായ സ്നേഹമുള്ള നാഥനേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ ആ കരുണയാൽ വന്നവനെ, ഹല്ലേലൂയ ആ യേശുവിനെ എത്ര പേർക്ക് അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? ശ്രുതികളിൽ മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. പൊതുവിനെ വഹിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ കൂട്ടായ്മയ്ക്കായി പ്രിയ ഷീജ ശബ്ദമുയർത്തി ഇപ്പോൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. രാത്രിക്കാലപ്പ ഫാമിലിയിൽ കർത്താവേ പാങ്ങളുടെ പാകത്തിലേക്ക് ദൈവം സഹായിച്ചു നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പൊ കർത്താവിനെ അനുഗ്രഹമായി തരുവാൻ, വിടുതലായി തരുവാൻ, ആശ്വാസമായി തരുവാൻ സ്വർഗമേ ഒന്നിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലെ കർത്താവ് വിദേശത്ത് സ്വദേശത്ത് എല്ലാ ഏൽപ്പിക്കുന്നു. ഒരുമിച്ച് കർത്താവ് രാത്രിക്കാല അല്പസമയമാണ് പാകപ്പെട്ടിലായിരിക്കാൻ
ഞങ്ങളുടെ ജീവിതത്തിലായി വിടുതൽ സൗഖ്യത്തിനും ആശ്വാസത്തിനും കാരണമാക്കി തീർന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാസനോട് കരങ്ങൾക്ക് ഉപയോഗിക്കണമേ. ബന്ധമില്ലാത്ത പറഞ്ഞ ഓരോ അധികാരപ്പെടുത്തുമാറാണമേ എന്നോട് പ്രാർത്ഥിക്കുന്നേ. നിന്റെ ദാസന്റെ അതിർത്തിലൂടെ പുറപ്പെടുന്ന ഓരോ വാക്കും കർത്താവ് അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി തരുക, വിടുതലായി തരുക കർത്താവെ. ആക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. രോഗികൾ സൗഖ്യമാകും, പാവങ്ങൾ മനസ്സിൽ പിന്മാറ്റക്കാരും മടങ്ങി വരിക കർത്താവെ. ഇടയാക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ സ്ഥാനത്ത് ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കണം. അല്പസം ഞങ്ങളുടെ പാദങ്ങളിലായിരിക്കുന്നു കർത്താവെ. അപ്പോൾ അവരുടെ കൃപ വരണം. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും സ്നേഹതീര പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റിലൂടെ ആമേൻ ഇന്ന് രാത്രിയിലും പ്രഘോഷിപ്പാൻ, ആമേൻ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്നെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളാകുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും അനേകർക്ക് ആശ്വാസത്തിനായി അനുഗ്രഹത്തിനായി ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്ത പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 2026 6-ാം മാസം 25-ാം തീയതി വ്യാഴാഴ്ച രാത്രി ആമേൻ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നവരോട് ആമേൻ വാഞ്ചിക്കുന്നവരോട് ആമേൻ ഇടപെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സിംഹക്കുഴിയിൽ വീണെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കാതെ ആമേൻ ഭക്തനെ സൂക്ഷിച്ച സംരക്ഷിച്ച ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കുവാൻ പോകുന്ന വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യമാണ്. ശബ്ദമുയർത്തി വായിച്ചാൽ. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്നും കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്നും കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ലോകത്തിൽ പലതിനെയും ആശ്രയിക്കുന്നവർ ആമേൻ പലതിലും അകപ്പെട്ട് തകർന്ന് തരിപ്പണമാകുമ്പോൾ ഹല്ലേലൂയ ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു കേടും കൂടാതെ കണ്ട് ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം വെല്ലുവിളിയുടെ മുമ്പിലും പ്രതികൂലത്തിന്റെ നടുവിലും ആമേൻ അതേ സംരക്ഷിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ രാത്രി ആദ്യം നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. എന്തിനാ നന്ദി പറയേണ്ടത്? ഈ മാസം ഇതുവരെ നമ്മെ ജീവനോട് സൂക്ഷിച്ചതിന്. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയും? സമപ്രായത്തിലുള്ള പലരും ലോകം വിട്ടു പോയപ്പോൾ, പലരും തകർന്നു പോയപ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിച്ച് ഇന്ന് രാത്രിയിലും കൃപയാൽ
ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ ആയുസ്സിനെ ആരോഗ്യത്തെ ദാനമായി നൽകിയ കർത്താവിന് ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ശ്രുതികളിന്മേൽ വസിക്കുന്ന സർവശക്തരായ ദൈവം ഇന്ന് രാത്രി മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഈ മാസം ഇതുവരെ ആമേൻ നമ്മെ ജീവനോടെ സൂക്ഷിച്ചതിന്, കാത്തതിന്, സംരക്ഷിച്ചതിന്, ആമേൻ കണ്ണീരിന്റെ ദിവസങ്ങളിൽ കൂടെ നടന്നതിന് ഇന്ന് രാത്രി അതരങ്ങളെ തുറന്ന് നന്ദി പറഞ്ഞാട്ട് ആമേൻ. കഴിഞ്ഞ മാസം നീ തകർന്നു പോകേണ്ടതായിരുന്നു, കഴിഞ്ഞ ആഴ്ച നീ തകർന്നു പോകേണ്ടതായിരുന്നു. ആമേൻ. പലരും നിന്നെ തകർക്കുവാൻ ശ്രമിച്ചതാ. ആ യാത്രയിൽ, ആക്സിഡന്റിൽ നീ തകർന്നു പോകേണ്ടതായിരുന്നു. ആമേൻ. ആ വീഴ്ചയിൽ നീ തകർന്നു പോകേണ്ടതായിരുന്നു. ആ കിടപ്പിൽ എഴുന്നേൽക്കുവാൻ കഴിയാതെ ആമേൻ നീ കിടന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ ആമേൻ കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച ഒരു ദൈവമുണ്ട്, നിന്നെ സൂക്ഷിച്ചൊരു ദൈവമുണ്ട്, നിന്നെ സംരക്ഷിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ കണ്ണീരിന്റെ ആ ദിവസങ്ങളിൽ കൂടെ നടന്നതിന് ഇന്ന് രാത്രി നന്ദി പറഞ്ഞാട്ട്. ചിലർ ഈ ലൈവിൽ ആമേൻ പങ്കാളിയായിരിക്കുമ്പോൾ, ഈ ലൈവിൽ ആമേൻ അതേ ചേരുമ്പോൾ ഹല്ലേലൂയ സന്തോഷത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ. ചിലരാകട്ടെ ഭാരങ്ങളുമായിട്ടായിരിക്കാം. ചിലർ പറയുന്നുണ്ടാകാം, എനിക്ക് ഈ ഗതി വന്നല്ലോ, ഇനി എന്തിനാ ജീവിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്. എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, ആമേൻ എൻ്റെ ബോസ്, ആമേൻ എന്നെ മനസ്സിലാക്കേണ്ടവർ എല്ലാവരും ഹല്ലേലൂയ എന്നോട് എന്താ ഇങ്ങനെ, എന്റെ ജീവിതം ഇങ്ങനെ ആയത് എന്തുകൊണ്ടാ? പ്രിയരെ, ഭക്തനായ ദാനിയേലിനും അങ്ങനെ ഒരു രാത്രി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്തിനാണ് ഇങ്ങനെ ഒരു സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ആമേൻ ഞാൻ എറിയപ്പെടേണ്ടി വന്നത്? പ്രിയരെ, സിംഹത്തിന്റെ കുഴിയുടെ പ്രത്യേകത, ആമേൻ, സിംഹത്തിന്റെ കുഴി ആമേൻ ഫുട്ബോൾ കളിക്കാനുള്ളതല്ല, ക്രിക്കറ്റ് കളിക്കാനുള്ളതല്ല, ആമേൻ മന്തി കഴിക്കാനുള്ളതല്ല, ആമേൻ മൊബൈൽ ഫോണില് ആമേൻ റീല് കണ്ടോണ്ടിരിക്കാനുള്ളതല്ല. അവിടെ വീണവർ ആമേൻ തിരികെ വന്നിട്ടില്ല. ആമേൻ. അയ്യം വിളിക്കുന്ന, നിലവിളിക്കുന്ന സിംഹത്തിന്റെ ഇരയാകുന്ന ആമേൻ സ്ഥലമാണ്. അത് മരണത്തിന്റെ സ്ഥലമാണ്. അവിടേക്ക് പോയവരാരും തിരികെ വന്നിട്ടില്ല. പലരും അവിടെ അവസാനിച്ചു, പലരും അവിടെ തകർന്നു, പലരും അവിടെ ഇല്ലാതായി. എന്നാൽ ഭക്തനായ ദാനിയേലിനെ അവിടെ വിട്ടുകൊടുത്തില്ലെന്ന് ആമേൻ പലരും ആമേൻ അതെ അറ്റാക്കിനകത്ത് ആമേൻ അകപ്പെട്ട് തകർന്നു പോയപ്പോൾ, പലരും സ്ട്രോക്ക് വന്ന് ആമേൻ തീർന്നു പോയപ്പോൾ, പലരും ആമേൻ പലതിലും അകപ്പെട്ട് ആമേൻ തകർന്നു പോയപ്പോൾ, ആമേൻ തകർന്നു പോകാതെ ദാനിയേലിനെ പോലെ ആമേൻ സിംഹത്തിന്റെ ഇരയാകാതെ, സിംഹത്തിന് വിട്ടുകൊടുക്കാതെ ആമേൻ സംരക്ഷിച്ച ഒരു ദൈവം. ഹല്ലേലൂയ. വചനം പറയുന്നു, സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു എന്നാണ്. ഹല്ലേലൂയ. അതൊരു അപകടമല്ല കേട്ടോ, അതൊരു ആസൂത്രിത ആക്രമണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ചില ആക്രമണത്തിന് ഇരയാകുന്ന ചില ജീവിതങ്ങളുണ്ട്. നീ ഒരു അഭിഷക്തനാണോ? ഹല്ലേലൂയ. ആമേൻ. നീ വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണോ? ഹല്ലേലൂയ. നീ നിന്നെ തന്നെ സൂക്ഷിക്കുന്നവനാണോ? ഹല്ലേലൂയ. ആമേൻ. ഇതൊരു അപകടമല്ല. ഹല്ലേലൂയ. ആമേൻ. അവന്റെ യാത്രയിൽ ആമേൻ അവൻ അറിയാതെ വന്നു ഭവിച്ചതല്ല. പ്രൈസ് ദി ലോർഡ്. ആസൂത്രിത ആക്രമണമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദാനിയേലിനെ നശിപ്പിക്കുവാനുള്ള ശ്രമമായിരുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ ചിന്തിക്കും, ആമേൻ നല്ല മനുഷ്യർക്ക് എന്തുകൊണ്ടാ ഇങ്ങനെയുള്ള പരീക്ഷ നേരിടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമപ്രായത്തിൽ ആമേൻ പലരും ആമേൻ അതെ ഭക്ഷണപ്രിയരായി. ഹല്ലേലൂയ.
ആമേൻ മദ്യപാനവും ആമേൻ ലഹരി പദാർത്ഥങ്ങളും ആമേൻ കയ്യിലെടുത്ത് ആമേൻ തകരുമ്പോൾ അതിലകപ്പെടാതെ തന്നെ ആഹാരം കൊണ്ടോ ആമേൻ രാജാവ് കൊടുക്കുന്ന വീഞ്ഞു കൊണ്ടോ അശുദ്ധനാക്കാതെ ആമേൻ വിശുദ്ധനായി നല്ല മനുഷ്യനായി ജീവിക്കുന്ന ദാനിയേലിന് എന്തുകൊണ്ട് ഈ പരീക്ഷ കടന്നു വന്നു? ഇന്ന് രാത്രിയിലും ഇതുപോലെ ചിന്തിക്കുന്ന, ഇതുപോലെ ചോദിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ആമേൻ ദാനിയേൽ കള്ളനല്ല, അഴിമതിക്കാരനല്ല, വിശ്വസ്തനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ഉപവസിക്കുന്നവനായിരുന്നു. എന്നിട്ടും സിംഹത്തിന്റെ കുഴിയിലെത്തിയെന്ന അവൻ പ്രാർത്ഥിക്കുന്ന അഭിഷക്തനെ, ആരാധിക്കുന്ന അഭിഷക്തനെ, അവൻ ഹല്ലേലൂയ വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്നവനെ, ഹല്ലേലൂയ. അതെ, എന്നിട്ടും അവൻ കള്ളനായത് കൊണ്ടല്ല, അഴിമതിക്കാരനായത് കൊണ്ടല്ല, അവിശ്വസ്തനായിരുന്നത് കൊണ്ടല്ല, ഉപവസിക്കാത്തത് കൊണ്ടല്ല, പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, ഇതൊക്കെ ചെയ്യുന്നവനായിട്ട് അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നിട്ട് അവൻ ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിൽ എറിയപ്പെട്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഒരു വലിയ പാഠം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. ദൈവമക്കൾക്ക് പരീക്ഷ വരില്ല എന്നല്ല ബൈബിൾ പറയുന്നത്, പരീക്ഷയിൽ ദൈവം കൂടെ ഉണ്ടാകുമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനം ആമേൻ 34:19 നീതിമാന് അനേകം കഷ്ടങ്ങളുണ്ട്, യഹോവ അവയിൽ നിന്നൊക്കെയും അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാ, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ കരം കുറിയിട്ടില്ല കേട്ടോ. ആമേൻ. ആ കരത്തിന്റെ ശക്തി തീർന്നു പോയിട്ടില്ല കേട്ടോ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. ദാനിയേലിന്റെ അവൻ ജീവിതത്തിൽ അവൻ ചില രഹസ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആമേൻ രഹസ്യങ്ങളുണ്ടല്ലേ. ഹല്ലേലൂയ. ആമേൻ. ഭാര്യ അറിയാത്ത രഹസ്യം ഭർത്താവിനുണ്ട്, ഭർത്താവിന് അറിയാത്ത രഹസ്യം ഭാര്യയ്ക്കുണ്ട്, അപ്പനും അമ്മയ്ക്കും അറിയാത്ത രഹസ്യം മക്കൾക്കുണ്ട്, മക്കൾക്ക് അറിയാത്ത രഹസ്യം അപ്പനും അമ്മയ്ക്കുമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. രഹസ്യം എല്ലാം നല്ലതല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദാനിയേലിന്റെ രഹസ്യം എന്താണെന്നറിയോ? ഹല്ലേലൂയ. ആമേൻ. ചിലതൊക്കെ ആമേൻ മാതൃകയാക്കുന്നത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സിംഹത്തിന്റെ കുഴിക്കകത്ത് അവൻ എത്തപ്പെടുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, സ്തോത്രം, അവനെ എറിയപ്പെടുന്നതിന് മുമ്പ്, സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. മുമ്പ് ഹല്ലേലൂയ ദാനിയേൽ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് രഹസ്യമായിരുന്നു. ഹല്ലേലൂയ. ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് എറിയപ്പെടുന്നതിന് മുമ്പ് ആരും അറിയാതെ ആമേൻ അവൻ പ്രാർത്ഥനാ മുറിക്കകത്ത് മുട്ടുകുത്തുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രഹസ്യത്തെ കണ്ടുപിടിച്ച് പരസ്യമാക്കി രാജാവിനെ കൊണ്ട് ആമേൻ നിയമം എഴുതിപ്പിച്ച് ആമേൻ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് അവനെ തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. വായിച്ചാട്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ. അവന്റെ രഹസ്യം എന്താണെന്നറിയോ? രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് ആമേൻ ആരും അറിയാതെ ആമേൻ മുറിയിൽ കയറി ആമേൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം. ഹല്ലേലൂയ. ആമേൻ. മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3
3 പ്രാവശ്യം ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ആമേൻ. അവന്റെ ശീലം, അവന്റെ രഹസ്യം. ഹല്ലേലൂയ. സിംഹത്തിന്റെ കുഴിക്കകത്ത് എറിയപ്പെട്ടപ്പോ പ്രാർത്ഥിച്ചു തുടങ്ങിയെന്നല്ല, സ്തോത്രം ചെയ്ത് തുടങ്ങിയെന്നല്ല, മുമ്പ് ചെയ്തു വന്നതുപോലെ. ഹല്ലേലൂയ. മുമ്പ് ചെയ്ത് വന്നതുപോലെ അവനൊരു ശീലമുണ്ടായിരുന്നു കേട്ടോ. അവനൊരു രഹസ്യ പ്രാർത്ഥന ജീവിതമുണ്ടായിരുന്നു കേട്ടോ. അവൻ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആമേൻ. 3 നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, 3-ലധികം നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആമേൻ. 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നല്ലതാ. ആമേൻ. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, അവൻ ദിവസവും 3 നേരം അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കും? മുട്ടുകുത്തി. സിംഹക്കുഴിയിൽ ആമേൻ ദാനിയേല് ദൈവത്തെ അന്വേഷിച്ചില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സിംഹക്കുഴിക്ക് മുമ്പേ ദൈവവുമായി ആമേൻ ദാനിയേലിന് ബന്ധമുണ്ടായിരുന്നു. പ്രിയരെ, പ്രശ്നം വന്നപ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ജീവിതമല്ല വേണ്ടത്. ആമേൻ. പ്രാർത്ഥന ശീലമാക്കണം. ഹല്ലേലൂയ. ആമേൻ. പ്രസംഗം കേൾക്കുന്നത്, ആമേൻ, വചനം കേൾക്കുന്നത്, ഹല്ലേലൂയ, കൂട്ടായ്മയിൽ ആമേൻ പങ്കാളികളാകുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാകരുത്. ഹല്ലേലൂയ. പ്രാർത്ഥന ശീലമാക്കണം, ആരാധന ശീലമാക്കണം, വചന ആമേൻ വായന ശീലമാക്കണം, വചന ധ്യാനം ശീലമാക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം പോരാ, ഒരു പ്രതികൂലം വരുമ്പോൾ മാത്രം പോരാ, ഒരു രോഗം വരുമ്പോൾ മാത്രം പോരാ, ആമേൻ, ഒരു പ്രതികൂലം വരുമ്പോൾ മാത്രം പോരാ. കരച്ചില്, നിലവിളി, ആരാധന, പ്രാർത്ഥന, ഉപവാസം. സിംഹങ്ങളുടെ വായടച്ച ദൈവം. ആമേൻ. ഹല്ലേലൂയ. രാജാവ് ചോദിച്ചതാ, ആമേൻ, നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? ദാനിയേൽ പറഞ്ഞു, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച സിംഹങ്ങളുടെ വായടച്ച് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിംഹങ്ങളെ ദൈവം കൊന്നില്ല, പക്ഷേ അവയുടെ വായടച്ചു. ആമേൻ. ഇന്നും ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്നു. ഹല്ലേലൂയ. നിന്നെ ആക്രമിക്കുവാൻ വരുന്ന ശക്തികളുടെ വായടയ്ക്കുന്നു. ഹല്ലേലൂയ. രോഗത്തിന്റെ വായടയ്ക്കുന്നു, അപകടത്തിന്റെ വായടയ്ക്കുന്നു. ആമേൻ. ശത്രുവിന്റെ പദ്ധതികളുടെ വായടയ്ക്കുന്നു. ആമേൻ. നിരാശയുടെ ശബ്ദത്തിന്റെ വായടയ്ക്കുന്നു. നിന്നെ ബാധിച്ച രോഗം നിന്റെ ദേശത്ത് നിന്ന് ആമേൻ നിന്റെ പ്രാർത്ഥന കൊണ്ട് ആമേൻ പൂർണ്ണമായി നീങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. പക്ഷേ അത് നിന്നെ ബാധിച്ച് നിന്നെ തകർക്കാതിരിക്കാൻ നിന്നിൽ നിന്ന് ഹല്ലേലൂയ അത് മാറിപ്പോകും. ഹല്ലേലൂയ. പലരും തകർന്ന സ്ഥലത്ത് നീ നിലനിൽക്കും. സമാനമായ രോഗം പിടിപെട്ടവർ ആമേൻ അതേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ഇന്നും ആമേൻ അതേ സ്ഥലത്ത് ആമേൻ നീ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. പലരും തകർന്ന സ്ഥലത്ത് ഹല്ലേലൂയ നീ നിലനിൽക്കും. സിംഹക്കുഴിയിൽ പലരും അവസാനിച്ചു, പക്ഷേ ദാനിയേൽ നിലനിന്നു. എന്തുകൊണ്ടാ പ്രിയരെ? അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്.
അവന്റെ ബുദ്ധിയല്ല, അവന്റെ കഴിവല്ല, അവന്റെ സ്ഥാനമല്ല, അവന്റെ വിശ്വാസമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നും ആമേൻ നിനക്കും ഇതേ വചനം നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ പരാജയപ്പെട്ട മേഖലകളിൽ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം കാത്തു സൂക്ഷിക്കുക. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ 43-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലൂടെ ആമേൻ ദൈവം തന്റെ ജനത്തോട് ഇപ്രകാരം പറഞ്ഞു: നീ വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവം പറഞ്ഞത് വെള്ളം ഉണ്ടാകില്ല എന്നല്ല, തീ ഉണ്ടാകില്ല എന്നല്ല, കുഴി ഉണ്ടാകില്ല എന്നല്ല, ഞാൻ കൂടെ ഉണ്ടാകും എന്നാണ്. ഹല്ലേലൂയ. എനിക്ക് ഈ ഗതി വന്നല്ലോ. ആമേൻ. ഈ ലൈവ് കേൾക്കുന്ന ആരോ ഒരാൾ ഇന്ന് പറയുന്നുണ്ട്, എനിക്ക് ഈ ഗതി വന്നല്ലോ, എന്റെ കുടുംബം ഇങ്ങനായി പോയല്ലോ, എന്റെ ആരോഗ്യം പോയി, എന്റെ മക്കളെ ഓർത്ത് ഞാൻ കരയുന്നു. പ്രിയ സഹോദര, നിന്റെ കണ്ണുനീർ ദൈവം കാണുന്നു. ആമേൻ. സങ്കീർത്തനം 56:8 എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആമേൻ. നീ മറക്കപ്പെട്ടിട്ടില്ല. ആമേൻ. നിന്റെ കുഞ്ഞുങ്ങളെ കാക്കുന്ന ദൈവ. മാതാപിതാക്കളുടെ വലിയ ഭാരം മക്കളാണ്, അവരുടെ പഠനം, ഭാവി, ആരോഗ്യം, രക്ഷ. എന്നാൽ ഓർക്കുക, നീ ഉറങ്ങുമ്പോൾ നിന്റെ ദൈവം ഉറങ്ങുന്നില്ല. ആമേൻ. അവൻ ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി, ആമേൻ, നിന്റെ തലമുറയെ സൂക്ഷിക്കുന്നവനാണ്. ആമേൻ. നിന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നവനാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 121:4 ഇസ്രായേലിന്റെ പരിപാലകൻ അതേ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. നിന്റെ കുഞ്ഞിനേക്കാൾ അധികം അവൻ നിന്നെ സ്നേഹിക്കുന്നു. നീ നൊന്ത് പ്രസവിച്ച തലമുറകൾ ആമേൻ നിന്നെ മറക്കുമ്പോ, നിന്നെ ഓർക്കാതിരിക്കുമ്പോ, നിന്നെ വിളിക്കാതിരിക്കുമ്പോ, നിന്നെ അന്വേഷിക്കാതിരിക്കുമ്പോ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവ, ഉറങ്ങാത്തവ, നിന്റെ കുഞ്ഞുങ്ങളെക്കാ, നിന്റെ കൂടപ്പിറപ്പിനേക്കാ, നിന്റെ പ്രിയപ്പെട്ടവരെക്കാ അധികം അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഭക്തനായ യോസേഫിന്റെ ജീവിതത്തിലും ഒരു കുഴി ഉണ്ടായിരുന്നു. ആമേൻ. ആ കുഴി ആസൂത്രിതമായി ആമേൻ സ്വന്തം സഹോദരങ്ങൾ ആമേൻ ക്രമീകരിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. ക്ഷേമം തിരക്കാൻ അപ്പൻ കൊടുത്ത ആഹാരവുമായി സഹോദരങ്ങളുടെ അടുത്തേക്ക് വരുന്നവനെ ആമേൻ സംഘടിച്ച് ആമേൻ കള്ളക്കഥയുണ്ടാക്കി അപ്പനെ കേൾപ്പിച്ച് ആമേൻ കുഴിക്കകത്തേക്ക് എറിഞ്ഞ ആമേൻ ഹല്ലേലൂയ സഹോദരങ്ങൾ. ആമേൻ. കുഴിയിലിട്ടെന്ന്. പക്ഷേ ആ കുഴി കൊട്ടാരത്തിലേക്കുള്ള വഴിയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു മരുഭൂമി ഉണ്ടായിരുന്നു. ദാവീദ് മരുഭൂമിയിൽ അലഞ്ഞു. എന്നാൽ ദാവീദിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അലഞ്ഞ വലഞ്ഞ ദാവീദ് തീർന്നില്ല, അവൻ പിന്നീട് രാജാവായി. ഹല്ലേലൂയ. ദാനിയേലിന്റെ സിംഹക്കുഴി അവന്റെ അവസാനമായിരുന്നില്ല. ആ സിംഹക്കുഴി അവന്റെ അവസാനമല്ലായിരുന്നു. ഇന്ന് രാത്രി കുഴിയിലകപ്പെട്ടവനെ പോലെ ആമേൻ സ്വന്തം സഹോദരങ്ങളാൽ ആമേൻ യോസേഫ് കുഴിയിലകപ്പെട്ടതുപോലെ ആരൊക്കെയോ ചേർന്ന് ആമേൻ തന്ത്രം ചെയ്ത് മന്ത്രം ചെയ്ത് കബഡി നിരത്തി ആമേൻ നിന്നെ ആ ദാനിയേലിനെ കുഴിയിൽ തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ആ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിക്കകത്ത് ഇട്ട് കളഞ്ഞതുപോലെ, എടുത്തെറിഞ്ഞതുപോലെ
യോസേഫിനെ ആമേൻ സ്വന്തം സഹോദരങ്ങൾ കുഴിക്കകത്ത് എറിഞ്ഞതുപോലെ ഇട്ടതുപോലെ ഇന്ന് ഒരു സർക്കിളിനകത്ത് ആമേൻ ആയിരിക്കുന്ന ചില ജീവിതങ്ങൾ ഇവിടം കൊണ്ട് തീർന്നു. ഇനി മുന്നേറ്റമില്ല, ഇനി ഒരു ഉയർച്ചയില്ല, ഇനി ഒരു സൗഖ്യമില്ല, ആമേൻ, ഇനി ഒരു സാക്ഷ്യമില്ല. ആമേൻ, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. പലരും തീർന്നു പോയപ്പോൾ ജീവന്റെ സാക്ഷ്യവുമായി, മഹിമകളുടെ സാക്ഷിയുമായി ഹല്ലേലൂയ ദാനിയേൽ പുറത്തു വന്നതുപോലെ, യോസേഫ് പുറത്തു വന്നതുപോലെ ഇന്ന് രാത്രി ചില ജീവിതങ്ങൾ പുറത്തു വരും. യേശു ഒരു കല്ലറയിൽ, ആമേൻ, അല്ലേ, നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു, ആമേൻ, ഒരു കല്ലറയിൽ ആ യേശുവിനെയും ആമേൻ കുഴിക്കകത്ത് വെച്ചെന്ന്, കല്ലറയ്ക്കകത്ത് വെച്ചെന്ന്, വാതിലടച്ചെന്ന്, കാവൽ നിർത്തിയെന്ന്, എല്ലാം അവസാനിച്ചുവെന്ന് കരുതി. പക്ഷേ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ! ആ കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. അതിനാൽ നിന്റെ ജീവിതത്തിലും അടഞ്ഞ കല്ലറകൾ ദൈവം തുറക്കും, ദൈവം തുറക്കും, ദൈവം തുറക്കും. ഓ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ കരമടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ക്രിസ്തുവിലുള്ള രക്ഷ. ഹല്ലേലൂയ. ആമേൻ. ദാനിയേൽ സിംഹങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ യേശു നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഹല്ലേലൂയ. നിത്യജീവന്റെ പ്രത്യാശ. ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ ഒരു ദിവസം അവസാനിക്കും, പക്ഷേ യേശുവിലുള്ള ജീവൻ നിത്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയത്, ആമേൻ, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. ഹല്ലേലൂയ. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ആമേൻ. സിംഹത്തിന്റെ ഗുഹ കൊണ്ട് ദാനിയേലിന്റെ ജീവിതം അവസാനിച്ചില്ല. ആ പൊട്ടക്കിണർ കൊണ്ട് യോസേഫിന്റെ ജീവിതം അവസാനിച്ചില്ല. ആമേൻ. അവർക്കൊക്കെ ദൈവം ആമേൻ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, വാഗ്ദത്തങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദത്തങ്ങൾ കൊത്തവണ്ണം ആമേൻ ആ കുഴിക്കകത്ത് നിന്ന് ആമേൻ സാക്ഷ്യമുള്ളവരായി പുറത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയെങ്കിൽ ഇന്നത്തെ രോഗക്കിടക്ക, ആമേൻ, ഇന്നത്തെ പൊട്ടക്കിണറ്, ഇന്നത്തെ ആ കുഴി, ആ സിംഹത്തിന്റെ വായെ അടപ്പിച്ചതുപോലെ യോസേഫിനെ ആ കുഴിയിൽ നിന്നും കരകയറ്റുവാൻ ആമേൻ സഹോദരങ്ങളെ ഇടയാക്കിയതുപോലെ ഇന്ന് രാത്രി ആര് നിന്നെ ബന്ധിച്ചോ, ആര് നിന്നെ കെട്ടിയോ, ആമേൻ, ലാസറിനെ ബന്ധിച്ചവരോട് പറഞ്ഞു അടിച്ചുവിടാൻ. ഇന്ന് രാത്രി നിന്നെ ബന്ധിച്ചവരോട് സ്വർഗം ഇടപെടും. നിന്നെ ആര് കെട്ടിയോ അവരെ കൊണ്ട് തന്നെ ആ കെട്ട് അഴിപ്പിക്കുന്ന പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന സ്വർഗം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ, ഓ നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, ഓ നിന്റെ ആമേൻ ഹല്ലേലൂയ ആത്മീയമായ ജീവിതത്തിന് എതിരെ, ഹല്ലേലൂയ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ കെട്ടിയ കെട്ടുകൾ അഴിയപ്പെടുകയാ. ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്കെതിരെ, ആമേൻ, നിന്റെ ജീവിത പങ്കാളിക്കെതിരെ ആമേൻ ശത്രു ആമേൻ ചെയ്തു വെച്ചത് ഇന്ന് രാത്രി അഴിയപ്പെടുകയാ. വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിക്കകത്ത് ആമേൻ തീർക്കാൻ നോക്കിയ മേഖലയ്ക്കകത്ത് ഓ ആമേൻ ഇടപെട്ട
സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലും ഇടപെടുകയാ, നിന്റെ വിഷയത്തിലും ഇടപെടുകയാ. വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച നന്ദിയോടെ ദാനിയേലിനോട് രാജാവ് ചോദിച്ചു, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ശാരഖബ ശാന്തരേഖേ ജുഡബല ശാന്തരാധര ജുഡബല ഹദുരി ദിഗൽ കബലഗദരഗസി. ഓ ശാന്തരേ, ഓ ഹല്ലേലൂയ. നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? ഹല്ലേലൂയ. ഈ രോഗത്തെ സൗഖ്യമാക്കുന്ന ആമേൻ ദൈവ അടിപ്പിണരുകളാൽ സൗഖ്യം ആമേൻ വന്നിരിക്കുന്നു. ആമേൻ ഈ കടക്കണിക്കകത്ത് നിന്ന്, ഈ വെല്ലുവിളിക്കകത്ത് നിന്ന്, ഈ പ്രതികൂലത്തിന്റെ അകത്ത് നിന്ന് ആമേൻ നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിപ്പാൻ കഴിയാതെ, അതിന് ആമേൻ ഒരറ്റം പോലും ആമേൻ പൂർത്തീകരിപ്പാൻ കഴിയാതെ, ആമേൻ അതിനെ ആമേൻ നീ ആഗ്രഹിക്കുന്ന സമയത്ത് ആമേൻ പൂർത്തീകരിക്കുവാൻ കഴിയാതെ തടസ്സങ്ങൾ ഇട്ടുകൊണ്ട് ആമേൻ എന്തുകൊണ്ട് ഓ എന്റെ ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ച് ഹല്ലേലൂയ ഒതുങ്ങുകയല്ല. ആമേൻ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയ നിന്റെ ആമേൻ അസ്ഥികൾ പോലും പെറുക്കുവാൻ കഴിയാത്ത നിലയിൽ ആമേൻ മാംസഭുക്കായ സിംഹങ്ങൾ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഇതിനു മുമ്പ് ആമേൻ ആ സിംഹത്തിന്റെ ആ ഗുഹയ്ക്കകത്ത് എത്തപ്പെട്ടവർ തീർന്നു പോയിട്ടുണ്ട്. ആമേൻ അതേ ICUയിലേക്ക് പോയവര്, ആമേൻ ആ ഹോസ്പിറ്റലിലേക്ക് പോയവര്, ആമേൻ ചങ്കുവേദനയുമായി പോയവര്, ആമേൻ ചേതനയേറ്റ ശരീരമായി ആമേൻ 108 തിരികെ വന്ന് ആമേൻ മിറ്റത്ത് പന്തൽ ഉയർന്നപ്പോ ആമേൻ ഇന്നും ആരോഗ്യത്തോടിരിക്കുവാൻ കൃപ ലഭിച്ചെങ്കിൽ ഹല്ലേലൂയ ആ ദാനിയേലിനെ ദൈവം ഹല്ലേലൂയ ആ സിംഹത്തിന്റെ ഗുഹയിൽ തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ച് കളഞ്ഞതുപോലെ സിംഹങ്ങൾ ആമേൻ ഹല്ലേലൂയ ഒരു ദോഷവും വരുത്താതെ കണ്ട് ആമേൻ ദാനിയേലിനെ സൂക്ഷിച്ചതുപോലെ ആമേൻ ഇന്ന് രാത്രി ആമേൻ ആ രോഗത്തിൽ നിന്ന്, ആ കടക്കടിയിൽ നിന്ന്, ആ ശത്രുവിന്റെ ആരവത്തിൽ നിന്ന് ആമേൻ ആ കൂട്ടുകെട്ടി ആമേൻ ഗൂഢാലോചന നടത്തി ആമേൻ തകർക്കാൻ നോക്കിയ ആ മേഖലക്കകത്ത് നിന്ന് ദാനിയേലിനെ പുറത്തെടുത്ത ദൈവം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ആരുണ്ട് നിന്നെ പുറത്തെടുക്കും. മുമ്പേ ചെയ്തു വന്നതുപോലെ ഉപവസിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന മാതാവേ, കരയുന്ന പിതാവേ, ഹല്ലേലൂയ. എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ചു കളഞ്ഞു. നിനക്കെതിരെ ശബ്ദമുയർത്തുന്ന ആമേൻ മേഖലകളെ സ്വർഗം ഇന്ന് രാത്രി തൊടാൻ പോകുകയാ. നിനക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്ന നിന്നെ കടത്തിക്കളയുക, നിന്നെ വീഴ്ത്തിക്കളയുക, നിന്നെ ഇല്ലായ്മ ചെയ്യുക, നിനക്കെതിരെ പദ്ധതി ആവിഷ്കരിച്ച മേഖലക്കകത്ത് സ്വർഗം ഇറങ്ങി ആമേൻ ദൂതനെ അയച്ച് ഇന്ന് രാത്രി ആമേൻ വിടുതൽ ഹല്ലേലൂയ കൊണ്ടുവരികയാ. വിശ്വസിക്കുന്നവർ ഭയങ്കര ദൈവ സാന്നിധ്യം ചിലരുടെ മേൽ ഹല്ലേലൂയ വെളിപ്പെടുന്ന രാത്രി. മഹിമ കണ്ട സാക്ഷിയായി ഇന്ന് രാത്രി ചില സൗഖ്യം പ്രാപിക്കുകയാ, ജീവൻ പ്രാപിക്കുക, വിടുതൽ പ്രാപിക്കുക. ചില മേഖലക്കകത്ത് അവൻ ചില മാതാക്കളുടെ കണ്ണുനീരിന് മറുപടിയായി തലമുറകൾ മധ്യ ലഹരി പദാർത്ഥങ്ങൾ അവൻ വലിച്ചെറിഞ്ഞ് അവർ ആത്മീയരായി ഈ തലമുറയിൽ ദൈവരാജ്യത്തിന്റെ വക്താക്കളായി മാറത്തക്ക വിധത്തിൽ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി ചില തലമുറകളുടെ മേൽ വീഴുവാൻ. ഹല്ലേലൂയ. എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് ഇന്ന് രാത്രി ആർക്കു വേണ്ടിയോ ഉപവസിക്കുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, കരയുന്ന നിനക്ക് വേണ്ടി, വചനത്തിൽ നിലനിൽക്കുന്ന നിനക്ക് വേണ്ടി ഹല്ലേലൂയ തന്റെ ദൂതനെ അയക്കുന്ന ദൈവം
ഈ രാത്രി ദൈവം ചെറുത് ചെയ്യുകയാ വലിയ ഭയങ്കരമായ ചില കാര്യങ്ങൾ. ദാനിയേലിന് വേണ്ടി ദൂതനെ അയച്ചതുപോലെ ഇന്ന് രാത്രി സ്വർഗം തന്റെ ദൂതനെ അയച്ച ചില വിടുതലുകൾ കൊണ്ടുവരികയാ, ചില വായ്കൾ അടയ്ക്കുകയാ, ചില ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്നു. അമ്മേ, നിന്നെ ആക്രമിക്കുവാൻ വരുന്ന ശക്തികളുടെ വായടയ്ക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ ഇരുന്ന് കരമടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചോ. രോഗത്തിന്റെ വായടയ്ക്കുന്നു. രോഗം നിന്നെ കൊണ്ട് പോകത്തുള്ളെന്ന് അലറുമ്പോൾ ആ രോഗത്തിന്റെ വേദന ആമേൻ നിന്നെ അസ്വസ്ഥപ്പെടുത്തുമ്പോ ഇന്ന് രാത്രി ദൂതനെ അയക്കുന്നു. ആ കുളം കലങ്ങുമ്പോ ആര് ആദ്യം അതിലിറങ്ങുമോ അവർ സൗഖ്യമാകും. എന്നാൽ ഹല്ലേലൂയ, ഒരുവൻ സൗഖ്യം പ്രാപിക്കാതെ കിടക്കുന്നത് കണ്ടിട്ട് യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി അവൻ 38 വർഷം കുളക്കരയിൽ കിടന്നവനെ യേശു സുഖപ്പെടുത്തി. ഇന്ന് രാത്രി വിടുതലിന്റെ കര, സൗഖ്യത്തിന്റെ കര. ജീസസ്. ആമേൻ. ആ രോഗത്തിന്റെ ബന്ധനങ്ങൾ ഹല്ലേലൂയ അഴിയപ്പെടുന്നു. അപകടത്തിന്റെ വായടയ്ക്കുന്നു. ശത്രുവിന്റെ പദ്ധതികളുടെ വായടയ്ക്കുന്നു. നിരാശയുടെ ശബ്ദത്തിന്റെ വായടയ്ക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുവാതെ സന്തോഷിക്കാതെ ആമേൻ മൗനം പാലിച്ചിരിക്കത്തക്ക വിധത്തിൽ ശത്രു ആമേൻ പ്രവർത്തിച്ച മേഖലകളെ ഇന്ന് സ്വർഗം ഇറങ്ങി പൊട്ടിക്കുക. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ചില കുടുംബങ്ങൾ നരകമായി മാറത്തക്ക വിധത്തിൽ പിശാച് ആക്രമിക്കുന്ന ചില മേഖലകളെ ഇന്ന് രാത്രി സ്വർഗം തന്റെ ദൂതനെ അയച്ച് വിടുവിക്കുന്ന രാത്രി. പലരും തകർന്ന സ്ഥാനത്ത് നീ നിലനിൽക്കും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. സിംഹക്കുഴിയിൽ പലരും അവസാനിച്ചു, പക്ഷേ ദാനി നിലനിന്നു. എന്തുകൊണ്ട്? അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ബുദ്ധിയല്ല കേട്ടോ, കഴിവല്ല കേട്ടോ, അവന്റെ സ്ഥാനമല്ല, അവന്റെ വിശ്വാസമാണ്. ഇന്ന് നിനക്കും ഹല്ലേലൂയ ഇതേ വിശ്വാസം. ഹല്ലേലൂയ. ഇതേ വിശ്വാസം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ പരാജയപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കും? പ്രിയരെ, സിംഹത്തിന്റെ കുഴി അവസാനമല്ല. സിംഹത്തിന്റെ കുഴി അവസാന വാക്കല്ല. ആമേൻ. കടം. ആമേൻ. എങ്ങനെയോ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ വാങ്ങിയ കടം തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ഇന്ന് ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവ് ഇടപെടുകയാ. കടം അവസാന വാക്കല്ല. ആമേൻ. കണ്ണുനീർ അവസാന വാക്കല്ല. ദൈവമാണ് അവസാന വാക്ക് പറയുന്നത്. ഹല്ലേലൂയ. ദൈവമാണ് അവസാന വാക്ക് പറയുന്നത്. അവൻ തന്നെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവൻ യാതൊരു കേടും ചെയ്യും. ഈ രാത്രിയിൽ നിന്റെ വിശ്വാസം പുതുക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, വചനത്തിൽ ഉറച്ചു നിൽക്കുക, പ്രാർത്ഥനയിൽ നിലനിൽക്കുക. നിന്നെ കാക്കുന്ന ദൈവം ജീവിച്ചിരിക്കുന്നു. നിന്റെ കുടുംബത്തെ കാക്കുന്ന ദൈവം ജീവിച്ചിരിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ കാക്കുന്ന ദൈവം ജീവിച്ചിരിക്കുന്നു.
ഇന്നും ജീവിക്കുന്നു. ഒരാമേ പറഞ്ഞാട്ട്, അക്കരമുയർത്തി ഒരു ഹാലലുയ പറഞ്ഞാട്ട് എല്ലാ കണ്ണുകളും അടയ്ച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവിൽ അമേൻ പങ്കാളികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ഈ രാത്രിയിൽ ലൈവിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, പുറമേ ചിരിക്കുന്നെങ്കിലും ഉള്ളിൽ കരയുന്നവരെ അവിടുന്ന് കാണുന്നുണ്ടല്ലോ. എനിക്ക് ഗതി വന്നല്ലോ, എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് നിശബ്ദമായി കരയുന്നവരെ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഈ രാത്രിയിൽ അവരുടെ ഹൃദയത്തെ സ്പർശിക്കണമേ. ആ സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേലിനെ കാത്തതുപോലെ ഈ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ. രോഗത്തിന്റെ സിംഹങ്ങൾ ഗർജിക്കുന്നുണ്ടെങ്കിൽ അവയുടെ വായ അടയ്ക്കണമേ. കടബാധിതയുടെ സിംഹങ്ങൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ വഴി തുറക്കണമേ. ഭയത്തിന്റെ സിംഹങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ സമാധാനം നൽകണമേ. കർത്താവേ, മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾക്ക് പ്രത്യാശ നൽകണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വാതിലുകൾ തുറക്കണമേ. രോഗശയ്യയിൽ കിടക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. തകർന്ന കുടുംബങ്ങളിൽ വീണ്ടും സ്നേഹം പുനഃസ്ഥാപിക്കണമേ. ഇപ്പോൾ വിശ്വാസത്തോടെ ചിലരെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, നീ ഈ കുഴിയിൽ മരിക്കുകയില്ല. ഈ പോരാട്ടം നിന്നെ നശിപ്പിക്കുകയില്ല. ഈ കണ്ണുനീർ അവസാന വാക്കല്ല. ദൈവം നിനക്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. യേശുവേ, ഈ ലൈവിൽ അവിടുത്തെ വചനം കേട്ട ഓരോരുത്തരെയും നിത്യജീവനിലേക്ക് അടുപ്പിക്കണമേ. രക്ഷയുടെ ഉറപ്പും പാപമോചനത്തിന്റെ സന്തോഷവും നിത്യജീവന്റെ പ്രത്യാശയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ. ആവശ്യഭാരത്തോടെ ഇന്ന് രാത്രി ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ തലമുറയിൽ അങ്ങയെ പിൻപറ്റുന്ന ഓരോ അങ്ങയുടെ മക്കളെയും അവിടുത്തെ ദൂതനെ അയച്ച് കാല് കല്ലിൽ തട്ടാതെ, കാലിന് വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണന് മരണത്തിൽ നിന്ന് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹത്തിന്റെ പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മറ നാഥ എബെനേസറായി കൂടെ ഇരുന്ന് അടുത്ത പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകുന്നുവെങ്കിൽ 6:30 മണിക്ക് വീണ്ടും ദൈവവചനവുമായി അതിരാവിലെ തിരുസന്നിധി നമുക്ക് കൂടി വരാം. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും വൃത്തിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.
God bless you. See you again. സിംഹക്കുടിയിൽ കൂടെ നടന്ന ജീവനുള്ള യേശുവേ, ഇരുളിൻ നടുവിൽ വെളിച്ചമായ സ്നേഹമുള്ള നാഥനേ, കണ്ണീരിൻ രാവുകൾ മാറിടുവാൻ കാവലായി നിന്നവനെ, തകർന്ന ഹൃദയം ചേർത്തിടുവാൻ കരുണയാൽ വന്നവനെ, ഭയമില്ല എനിക്കിന്ന് യേശു എൻ കൂടെയുണ്ട്, കുഴികളിൽ വീണാലും ഞാൻ കൈവിടപ്പെടുകയില്ലേ, എൻ രക്ഷയുമെൻ കോട്ടയുമെൻ ജീവനാം ദൈവമേ, ഹല്ലേലൂയ പാടിടുന്നു, യേശുവിനെ ആരാധിക്കുന്നു.